ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ എൻ്റെ പൊന്നു മക്കളെ, ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ തന്നെ നേരം വൈകിപ്പോയി. ഇന്നലെ നൈറ്റ് നാളെ ഇടേണ്ട വീഡിയോസൊക്കെ എന്താണ്, നമ്മുടെ ചാനൽ കാണുന്നവർക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ, അപ്പം അവർക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് കിടന്നതാണേ. എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ധനുട്ടന് ഫുഡൊക്കെ കൊടുത്തിരിക്കുന്ന ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടാം. കറണ്ടില്ല, ഇന്ന് പവർ കട്ടാണ്. 8 മണിക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. കറണ്ട് ഇല്ലെങ്കിൽ എന്താ, വീഡിയോ എടുത്തൂടെ. അതുപോലെ ജിടെക്കിൽ ക്ലാസ് ഉണ്ട്, 11 മണിക്കാണ് ക്ലാസ്സിന് പോകുന്നതിൻ്റെ മുന്നേ വീഡിയോ എടുക്കുക. അപ്പോൾ അവർ മൈൻഡ് ഡിസൈഡ്, നമ്മളാണ് നമ്മളെ മനസ്സ് അല്ലേ തീരുമാനിക്കണം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട എക്സ്ക്യൂസ് പറഞ്ഞു പോവുകയാണെങ്കിൽ പോയിക്കൊണ്ടേ നിൽക്കാം. ആർക്കും എക്സ്ക്യൂസ് പറയാൻ ബുദ്ധിമുട്ടില്ല അല്ലേ. എനിക്ക് പറ്റില്ല, നോ പറയാൻ ബുദ്ധിമുട്ടല്ല ആർക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നല്ല എക്സ്ക്യൂസാണ്. ഓൾ ദോസ് എക്സ്ക്യൂസസ് അല്ലേ ഇഗ്നോർ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക, കാര്യങ്ങൾ എടുക്കുക. മുത്തിനെ വിളിച്ച് എണീപ്പിച്ചു, വീഡിയോ എടുത്താ ഓൺ വോയിസ് അമ്മ ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ എല്ലാം ചെയ്ത് ഇതപ്പോൾ ക്ലാസ്സിന് പോയി വന്നതിന് ശേഷമാണ് ഞാനിവിടെ ഓൺ വോയിസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോസ് ചിലപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആകും. പക്ഷേ ഞാൻ അത്ര വലിയ എഡിറ്ററൊന്നുമല്ലല്ലോ. അതുപോലെ തന്നെ നല്ല വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫേഴ്സ് ഇല്ല. മോളാണ് വീഡിയോ എടുത്തിരുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും അറിയത്തില്ല. ഞാനൊരു ബിഗിനറാണ്, എല്ലാം കൊണ്ടും ബിഗിനറാണ്. എങ്കിലും ഞാനൊരു ചാനൽ തുടങ്ങി കുറച്ച് റാൻഡം ആയിട്ടുള്ള വീഡിയോസ്, മോളുടെ ഡാൻസിങ് വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആകട്ടെ, എൻ്റെ വീഡിയോ കാണുന്നതിലൂടെ യൂസ്ഫുൾ ആകട്ടെ. എനിക്കറിയാവുന്ന കുറച്ച് അഫർമേഷൻ, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ ഓൾവേസ് സന്തോഷത്തോടെ ഇരിക്കുക. എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് ഒന്ന് റീപ്രോഗ്രാം ചെയ്യുക. നമ്മൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാൻ പറ്റട്ടെ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആർക്കും കഴിയുന്ന കാര്യമല്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള വീഡിയോസ് ഒന്ന് ഇടാം. ലോങ് വീഡിയോ ആയിട്ട് കുറച്ച് ദിവസം, അതായത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ആകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, സുപ്രഭാതത്തിൽ ആർക്കും നല്ല മനുഷ്യനോ, എല്ലാവരും നല്ല മനുഷ്യനാണ്. ഞാൻ ഉദ്ദേശിച്ചത് പ്രൊഡക്റ്റീവായിട്ട് മാറാൻ പറ്റത്തില്ല. അതിന് കുറച്ച് ടൈം എടുക്കേണ്ടി വരും അല്ലേ, കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ ഒരു 21 ഡേയ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു 21 ദിവസം നമ്മൾ ഫോളോ ചെയ്താൽ ഏതൊരു കാര്യവും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഫോളോ ചെയ്താൽ നമ്മളെ കൊണ്ട് സാധിക്കും. ഏത് നടക്കാത്ത കാര്യവും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ആരും വലിയവനായിട്ട് ജനിക്കുന്നില്ല, ആരും ബുദ്ധിയുള്ളവനായിട്ടോ അല്ലെങ്കിൽ ധനികനായിട്ടോ ജനിക്കുന്നില്ല അല്ലേ. നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്തെടുക്കുക, ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ 21 ദിവസത്തെ ഒരു സീരീസാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഇടാൻ, വീഡിയോസായിട്ട് ഇടാൻ. അപ്പോൾ എത്ര പേര് സപ്പോർട്ട് ചെയ്യുമെന്നറിയില്ല. ഇനി നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ആ ഒരു പ്രചോദനം ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്കതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമല്ല, അതുകൊണ്ടാണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 1 ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നാളെ തൊട്ടാണ് കേട്ടോ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിട്ട് എഴുന്നേറ്റ് നമ്മുടെ ഒരു ദിവസം പോയി എന്ന് വിചാരിക്കുക. പക്ഷേ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് ആരുടെയും കുഴപ്പമൊന്നുമില്ല. പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റാലും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവുക. ഓക്കെ, ഞാൻ നേരം വൈകിപ്പോയി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോയി എന്ന് ഒരിക്കലും നമ്മളോട് പറയരുത്. മറ്റുള്ളവരെ നമുക്ക് നന്നാക്കാൻ കഴിയില്ല അല്ലേ. അവർ നമ്മളോട് പറയുകയാണെങ്കിൽ അത് പോട്ടെ, അത് കേൾക്കണ്ട. നമുക്ക് 2 ചെവി തന്നാൽ എന്തിനാ, ചില സമയത്തൊക്കെ ഒന്നിലൂടെ കേട്ട് ഒന്നിലൂടെ വിടുക എന്ന് പറയുന്നില്ലേ. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്യുക. പക്ഷെ നമ്മൾ തന്നെ നമ്മളോട് സ്വയം പറയരുത്, ഇന്ന് നേരം വൈകി എഴുന്നേറ്റ് ഇന്നത്തെ ദിവസം പോയി, അങ്ങനെ ഒരിക്കലും പറയാതിരിക്കാം. അപ്പം നാളെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒന്ന് എഴുന്നേൽക്കുക. നിങ്ങളിപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഒരു 4:55 അങ്ങനെ 5:30 ആണെങ്കിൽ അങ്ങനെ നമ്മൾ എഴുന്നേൽക്കുന്നതിലും കുറച്ച് മുന്നേ നേരത്തെ എഴുന്നേൽക്കുക. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ റിലാക്സ് ആയിട്ട് ചെയ്യുക. നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്കും വെടുപ്പിനും ചെയ്തിട്ട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ 21 ദിവസം കൊണ്ട് നമ്മളിൽ തന്നെ ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് നമ്മളെ തന്നെ ഒന്ന് പ്രോഗ്രാം ചെയ്തെടുക്കും. ഓക്കെ, അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ.